ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് 6 മാസത്തിലധികമായി. വിന്നർ അനുമോള് ഇപ്പോഴും പട്ടായ ട്രിപ്പിലാണോ എന്നൊരു സംശയമൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ വന്നൊരു വ്ളോഗാണ്. ഇതിനിടയിൽ റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷിന്റെ ബർത്ത്ഡേ ആരും അറിഞ്ഞിട്ടില്ല അല്ലേ? അറിഞ്ഞോ? നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? കാരണം എന്ന് വെച്ചാൽ അനീഷിന് വലിയ ഫാൻസ് ഇല്ല എന്നൊരു ടോക്ക് നമ്മുടെ ചാനലിനകത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അതിനുള്ള മറുപടി ഞാൻ പറയാം. അത് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. പിന്നെ അനീഷിന്റെ ഫാൻസ് ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തതായിട്ട് അനീഷ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. ഈ അനീഷും അനുമോളും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? ഈ ഓൾറെഡി ഉള്ള ബിഗ് ബോസിനകത്തുണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം കുറച്ച് സ്റ്റേജ് ഷോയിലൊക്കെ രണ്ടുപേരും ഒന്നിച്ച് പങ്കെടുത്തതും ഇതൊക്കെയാണോ കാരണം എന്നറിയത്തില്ല. ഏതായാലും ശരി, ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയ്ക്ക് വന്ന കമന്റ്സിനെ കുറിച്ച് കൂടെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അനീഷാണോ അനുമോളാണോ എന്ന് എല്ലാവരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആവാൻ അർഹയായിട്ടുള്ളത് അല്ലെങ്കിൽ അർഹനായിട്ടുള്ളത് ആരാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബി ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ആദ്യം നമുക്ക് അനുമോളിന്റെ കാര്യത്തിലേക്ക് വരാം. അനുമോൾ ഇന്നലെ ഒരു വ്ളോഗ് ഷെയർ ചെയ്തിരുന്നു. അതൊരു ബർത്ത്ഡേ സീരീസ് പോലെ ആഘോഷിച്ചതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബർത്ത്ഡേ അവസാനിക്കുന്നില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആദിലയും നൂറയും കൂടെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അവര് ഒരു സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്ത് അനുമോളിനെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയതിന്റെ ഒരു ആഘോഷമായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ്സോടെ തന്നെ ആ ഒരു സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ശരി, ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ആ ഒരു ബോണ്ട് അത് പുറത്ത് വന്നിട്ട് വീണ്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ആ ഒരു 3 പേര് ബിഗ് ബോസിനകത്ത് എങ്ങനെയായിരുന്നു അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരുന്നത് അതേപോലെ തന്നെ അവരുടെ വീഡിയോസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ ആദിലയും നൂറയും ഒരു സർപ്രൈസ് കൊടുത്ത് ഇങ്ങനെ അനുമോളെ എവിടെയോ കൊണ്ടുപോകുന്ന കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രിപ്പ് കണ്ടപ്പോൾ പട്ടായയിലേക്ക് 3 പേരും കൂടെ ട്രിപ്പ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ പട്ടാ ഗേൾസ് പട്ടായയിലേക്ക് പോകും എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിവിടെ തീരാണോ എന്നൊരു ഡൗട്ട് വരെ തോന്നി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പട്ടായ ട്രിപ്പിലേക്ക് ഇവർ 3 പേരും മാത്രം പോയാൽ മതി എന്നാണോ? എന്താണ്? കാരണം വെച്ചാൽ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ 3 പേരും മാത്രമായിരുന്നില്ല. സോ അവരുടെ ബാക്കി പിണക്കങ്ങളൊക്കെ എങ്ങോട്ടേക്ക് പോയി, എന്തായി എന്നൊക്കെയുള്ളത് നമുക്ക് അറിയില്ല. നിങ്ങൾക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ? ഏതായാലും ശരി, ഫാൻസിന്, അതായത് പട്ടാ ഗേൾസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫാൻസ് എന്തായാലും ഉണ്ട്. ഈ 3 പേര് ഒന്നിച്ച് കാണുന്നത് ആഗ്രഹിക്കുന്ന, സന്തോഷിക്കുന്ന ഒരുപാട് പേര്. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം വെച്ചാൽ അത്രയ്ക്ക് ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരുടെ 3 പേരുടെയും സൗഹൃദം. ഇനി അനുമോള് BB7 ഒരു സ്ട്രോങ് ഗെയിമർ ആയിരുന്നോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എന്തോ ഒരു കാര്യം പറഞ്ഞത് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അനുമോള് PR കൊണ്ട് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിനൊരു ക്ലാരിറ്റി ആണ് കേട്ടോ. അതായത് 42 ലക്ഷം രൂപയും പിന്നെ അതുപോലെ തന്നെ മാരുതി സുസുക്കി വിക്ടോറിയസിന്റെ ഒരു കാറും ഒക്കെ ആയിട്ട് അനുമോള് ഫസ്റ്റ് പ്രൈസ് അങ്ങോട്ട് നേടി വിൻ ചെയ്ത് അനുമോൾ അത് അർഹിച്ചിരുന്നോ? എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഇത് റിവ്യൂ ആയിട്ടല്ല, 100% അനുമോൾ അത് അർഹിച്ചു, അത് ഡിസേർവ് ചെയ്തു. ഇക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത് ഞാൻ അന്നും പറഞ്ഞതാണ്. അതങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പേര് അനുമോളുടെ PR ആണ്, അനുമോളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ടീമിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് വരെ മോശമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. അനുമോളെ കുറിച്ച് മാത്രമാണ് ഞാൻ കഴിഞ്ഞ സീസണിൽ റിവ്യൂ ചെയ്തത് എന്ന് നേരിട്ടറിയാവുന്ന ബിഗ് ബോസിന്റെ പ്രേക്ഷകർ വരെ, അങ്ങനെ ബിഗ് ബോസ് കാണുന്നവർ വരെ എന്നോട് പറഞ്ഞിരുന്നു. ശരിയായിരിക്കാം. കാരണം കഴിഞ്ഞ സീസണിൽ അനുമോളാണ് ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡുകളിൽ നിറഞ്ഞു നിന്നത്. അപ്പൊ കുറെ പേര് ചോദിക്കും, ലൈവ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ എന്ന്. ലൈവ് എടുത്താലും അനുമോള് പിണങ്ങിയിരിക്കുന്നത് വരെ അവിടെ ഒരു വലിയ ഒരു സീനായിരുന്നു. അതായത് അനുമോള് മാറി ഒളിച്ചിരുന്ന് കരയുക എന്ന് വെച്ചാൽ അനുമോള് ഈ പറഞ്ഞ കണക്ക് ഇത് ഓഡിയൻസ് കാണരുത്, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞതിന്റെ പേര് അവിടെ കിടന്നൊരു വലിയ ബഹളം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ക്യാമറ ഇല്ലാത്തടത്ത് പോയിരുന്ന് അനുമോള് കരഞ്ഞാലും ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ വിഷ്വൽസ് ഏതെങ്കിലും ഒക്കെ എടുത്ത് ബിഗ് ബോസ് എടുത്ത് ലൈവിൽ ഇടുമായിരുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വീഡിയോസ് എന്ന് പറയുന്നത്. അനുമോള് ചെയ്തതും പിന്നെ അനുമോളെ കളിയാക്കിയതും അനുമോളെ ഒറ്റപ്പെടുത്തിയത്, അനുമോളുടെ പ്ലാച്ചി, ഇതെല്ലാം ഒരു കോണ്ടന്റ് ആയിരുന്നു. ഇങ്ങനെ അനുമോളുടെ സംഭവം അനുമോളുടേത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഈവൻ ഒരു ദിവസം ഫുള്ള് അനുമോൾ അടുക്കളയിൽ കയറുന്നത്, അവിടെ ആരെങ്കിലും ഫുഡ് എടുത്തോണ്ട് പോയി ഒളിപ്പിക്കുകയോ കട്ട് തിന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അതേ ചൊല്ലി അനുമോള് തർക്കിക്കുന്നത്, അവസാനം അനുമോള് ദേഷ്യപ്പെട്ട് അടുക്കളയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ഒളിച്ചുപോയി വഴക്കിട്ടിരിക്കുന്നത്, റെന മിക്കപ്പോഴും പട്ടി പട്ടി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി ഇതൊക്കെ അനുമോളുടെ ആ ഒരു കരച്ചില് അതാണ് ഇതാണെന്നൊക്കെ പറയാം.
അത് മാത്രമല്ല, അനുമോള് പറഞ്ഞ ഒരു ഗോസിപ്പിന്റെ പേരിൽ RJ ബിൻസി അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം, അതായത് ബിഗ് ബോസ് സീസൺ 7 ഒരു ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോഴത്തേക്കും എല്ലാവരും അനുമോളിനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് റീച്ചൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്ര വോട്ടൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാതിരുന്ന അനുമോൾക്ക് അത്രയും വോട്ട് നേടിക്കൊടുത്തത് ഈ അവസാനം റീ എൻട്രി വന്ന സമയത്താണ്. ഈ സമയത്തൊക്കെ നമ്മൾ അനുമോളെ കുറിച്ചല്ലാതെ മറ്റെന്ത് വീഡിയോ ആണ്, അല്ലെങ്കിൽ ബാക്കി എന്താണ് പറയുക? ഈവൻ ഇപ്പം ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ വീഡിയോ ഇടുകയാണെന്ന് വെച്ചോ, അവിടെയും അനുമോളിന്റെ പേര് പറയുക, അല്ലെങ്കിൽ അനുമോളിന്റെ ഫേസ് അടിച്ച് തംബ്നെയിലായിട്ട് കൊടുക്കുക, അപ്പോൾ തന്നെയാണ് എല്ലാവർക്കും ആ ഒരു റീച്ച് കിട്ടുന്നത്. സോ അനുമോളെ കുറിച്ചുള്ള കോണ്ടന്റ് യൂട്യൂബ് റിവ്യൂവേഴ്സ് എല്ലാവരും തന്നെ ആഘോഷമാക്കി. അതിന് കാരണം അനുമോളെ ഇഷ്ടമായതുകൊണ്ടല്ല. ഇതിന്റെ ഇടയിൽ ഇപ്പോ അക്ബറിന്റെയോ അല്ലെങ്കിൽ അനീഷിന്റെയോ ബിന്നിയുടെയോ ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തുടക്കം തൊട്ടേ ബിന്നിയുടെ ആ ഒരു നിലപാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ബിന്നിയെ കുറിച്ച് ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അക്ബർ വളരെ കൈൻഡ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പക്ഷേ അക്ബറിന് കുറച്ചുകൂടെ പ്രോഗ്രസീവ് തോട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പിന്നെ അങ്ങോട്ട് അനുമോളെ കോർണർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അനുമോളെ എന്ന് പറഞ്ഞ് മാത്രം അവർ പെരുമാറാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ ഈ പറയുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഈ റിവ്യൂസ് കംപ്ലീറ്റ്ലി അനുമോളുടെ പേരിലേക്ക് മാറുകയാണ് വന്നത്. ഈ പറഞ്ഞ മറ്റാൾക്കാരുടെ പേരിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ ആരും കാണത്തില്ല. കാരണം അവർക്ക് അനുമോൾ എന്ത് പറഞ്ഞു, അനുമോളോട് എന്ത് പറഞ്ഞു, ഇതൊക്കെയാണ് കാണാനിഷ്ടം. പിന്നെയും ഓടിയിട്ടുള്ള കോണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ അനീഷ് ഷാനവാസ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇവർ തമ്മിൽ പിണങ്ങിയാൽ, ഇവർ തമ്മിൽ വഴക്കടിച്ചാലൊക്കെ പിന്നെയും ഓടാറുണ്ട്. പക്ഷേ അനുമോള് വന്നപ്പോഴത്തേക്കും എല്ലാവരും സൈഡായി എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് അനുമോളുടെ പേരിലേക്ക് മാറി എന്ന് തന്നെ പറയേണ്ടി വരും. സോ ആ സീസൺ എന്നല്ല, നമ്മൾ ബിഗ് ബോസിന്റെ ഏതൊരു സീസൺ തുടങ്ങുമ്പോഴും എല്ലാവരും പുതിയ ആൾക്കാരായിട്ടാണ്, നമ്മൾ ഫ്രഷ് ആയിട്ടാണ്, പുതിയ കോണ്ടന്റുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു പകുതിയോളം എത്തുമ്പോഴത്തേക്കും എല്ലാവരും ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരാൾ അല്ലെങ്കിൽ ആ ഒരാളുടെ ശത്രു ഇവരിൽ ഒരാളായിരിക്കും ഉറപ്പായിട്ടും വിന്നാകാൻ പോകുന്നത്. സോ അത് PR ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെയ്ഡായിട്ട് PR ഒന്നും നടത്തുന്നില്ല. അവർ ക്യാഷ് കൊടുത്ത് അനുമോൾ ആരെയും വെച്ചിട്ടൊന്നും അല്ല വോട്ട് പിടിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ മാത്രം വോട്ട് പിടിച്ചത് കൊണ്ട് അനുമോൾ ഇത്രയും പേരുടെ വോട്ട് കിട്ടി ജയിക്കത്തില്ല. അതൊരു വലിയ സത്യമല്ലേ? ഇത്രയും വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ PR കൊണ്ട് മാത്രം സാധിക്കുമോ? അപ്പം അത് പറ്റില്ല. പിന്നെ PR ഏജന്റുമാരൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് PR ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും PR ഏജന്റുമാർ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ അവിടെ കഷ്ടപ്പെട്ടതിൻ്റെ എന്തോ ഒരു സൈഡ് പറ്റി അങ്ങനെയാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. കാരണം അനുമോൾ അവിടെ കിടന്ന് കുറേ അനുഭവിച്ചു, പുറത്ത് നടന്ന് കുറേ ആൾക്കാർ ആ പറഞ്ഞ അനുമോളുടെ പേരിൽ ഫേമസ് ആവാൻ ശ്രമിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി അനീഷിന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്, ബിഗ് ബോസ് സീസൺ 7 വിൻ ചെയ്തത് ഒരു ഡിസേർവിങ് കാൻഡിഡേറ്റ് മീൻസ് മത്സരാർത്ഥി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അനുമോൾ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല. പിന്നെ PR ഉണ്ടോ PR ഇല്ലെന്ന് വെച്ചാൽ PR ഉണ്ടായിരുന്നു. അനുമോളുടെ PR അനുമോൾ ജയിച്ചതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അനീഷ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. PR ഇല്ലാതെ അനീഷിന് ഈ സെക്കൻഡ് എത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ തന്നെ പാടായിരിക്കും. കാരണം അത്ര പോലും ഒരു സാധാരണക്കാരനാണ്. ഫാൻസ് ക്ലബില്ല. ഫാൻസ് ആയിട്ടെന്ന് പറയാൻ ബിഗ് ബോസ് സീസൺ 7 വരുമ്പോൾ മാത്രമാണ് അനീഷിനെ എല്ലാവർക്കും അറിയുന്നത്. സോ പകുതിയൊക്കെ വെച്ചിട്ട് അനീഷിന്റെ ബ്രദർ അനീഷ് അറിയണം എന്നില്ല. അനീഷ് അറിയാതെ അനീഷിന് PR കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ PR കൊണ്ട് മാത്രം അനീഷിന് ഇത്രയും വോട്ട് കിട്ടത്തില്ല. അനീഷിന് അമ്മാതിരി ഫാൻസ് ഉണ്ട്. അനീഷിന്റെ യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ അനീഷിനകത്ത് വീഡിയോ പോലും ഇടാതെ 1 ലക്ഷത്തിന് പുറത്ത് അവിടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അനീഷിന് വെറുതെ അനീഷിന്റെ പോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടല്ല, അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ആ ഒരു ഫോളോവേഴ്സ് കൂടി വരുന്നത്. അനീഷിന്റെ കോണ്ടന്റും വളരെ നല്ലതായിരുന്നു. കാരണം ഇപ്പൊ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോള് അല്ലെങ്കിൽ മീമായിട്ട് വരുന്നത് അനീഷിന്റെ കുറെ വാക്കുകളും തമാശകളും ഒക്കെ തന്നെയാണ്. അപ്പം അനീഷിന്റെ പേരെന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നതും ജെനുവിൻ ആയിട്ടാണ്. ഇനി കഴിഞ്ഞ 20-നായിരുന്നു അനീഷിന്റെ പിറന്നാള്. അനീഷ് തന്റെ ബർത്ത്ഡേ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന കണക്ക് ഒരു തരത്തിൽ അനൗൺസ് ചെയ്തിട്ടില്ല, സ്റ്റോറി ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് സീസൺ 7 വെച്ചിട്ട് അനീഷ് ഒരിക്കൽ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നതിന്റെ ഇടയിൽ ഇത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ് ഫാൻസ് അത് ഓർത്ത് വെച്ചിട്ട് ബർത്ത്ഡേ ദിവസം ഫാൻസ് അനീഷിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതായിട്ട് അനീഷ് അത് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ വലിയൊരു മെസ്സേജാണ്. ജെനുവിൻ ഫാൻസ് അനീഷിനെ എത്രത്തോളം നാച്ചുറലി അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്.
ഇതിന്റെ അർത്ഥം അനുമോളെ ജെനുവിൻ ഫാൻസ് ഇല്ലെന്നോ ഇഷ്ടപ്പെടുന്നില്ലെന്നോ എന്നൊന്നും അല്ല. ഈ പറയുന്ന ആദിലയ്ക്കും നൂറയ്ക്കും അക്ബറിനും ബിൻസിക്കും ഒക്കെ, ബിൻസിയും ഷൈത്യയും ഒക്കെ ഒരുപാട് ബുള്ളിങ് അനുഭവിക്കപ്പെട്ട, അല്ലെങ്കിൽ മസ്താനിക്കും ഒക്കെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന വ്യക്തികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവർക്ക് ആർക്കും ഹെയ്റ്റ് മാത്രമാണെന്ന് കരുതരുത്, ഇവരെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷെ ഈ വെറുപ്പാണ് എപ്പോഴും മുമ്പിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ വെറുപ്പിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കും. കൊള്ളാമെന്ന് പറയുന്നത് അത്ര അധികം ശ്രദ്ധിക്കപ്പെടില്ല. ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ചും കൂടെ എടുത്ത് വൈറലാക്കും. നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. സോ അവരുടെ പേഴ്സണൽ ലൈഫ്, അതിപ്പോൾ അനുമോൾ ആയിക്കോട്ടെ, ഇതിൽ മത്സരിച്ച എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് അവരൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആർ ജെ ബിൻസിയുടെ ബർത്ത്ഡേക്ക് പേരൻസിന് ഗിഫ്റ്റ് കൊടുത്ത വാർത്തകൾ വരെ, അതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത, അതുവരെ വാർത്തകളാവുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അവരവരുടെ ലൈഫ് നന്നായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഞാനിവിടെ അനുമോളെ കമ്പയർ ചെയ്തിട്ട് അനീഷുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മോശമാക്കുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. ഇത് കഴിഞ്ഞ ലാസ്റ്റ് വന്ന ഒരു കമന്റ്സിൽ കുറേ പേര് റിപ്പീറ്റ് ചെയ്ത് സെയിം കമന്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ടോപ്പിക് ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. BB7 കഴിഞ്ഞതിന് ശേഷം അനീഷും അനുമോളും തമ്മിൽ സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ ഒന്നിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇവരൊരു പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അനുമോളിന്റെയും അതുപോലെ തന്നെ ഇവരുടെ ബർത്ത്ഡേ പരസ്പരം അവർ വിഷ് ചെയ്തിട്ടുമില്ല. അപ്പം ഇത് കണ്ടിട്ട് ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. അതിന് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ റീസൺസ് ഉണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഷോയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു പ്രപ്പോസൽ സീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മോശമായി പോയി എന്ന് കരുതിയിട്ടായിരിക്കാം ഇവർ തമ്മിൽ പിന്നെ ഈ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. കാരണം അവരിപ്പോൾ ബർത്ത്ഡേക്ക് വിഷ് ഇട്ട് കഴിഞ്ഞാൽ അനീഷിന്റെ ബർത്ത്ഡേക്ക് അനുമോളുടെ വിഷസ്, പിന്നെ അതൊരു വലിയ വാർത്തയാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവാത്തത്. അല്ലാതെ അവരുടെ തമ്മിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഏതായാലും ശരി, ഇരുവരെയും സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസ്, അനീഷിന്റെ ഫാൻസ്, ഇവർക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാകും. കാരണം അവർ നോർമൽ ആയിട്ടുള്ള ആൾക്കാരല്ല, അവർ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് ഈ തോട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. അനുമോളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അനുമോൾ എന്താണോ അതും അനീഷ് എന്താണോ അത് നല്ല രീതിയിൽ തന്നെ അവരവരുടെ സൊസൈറ്റിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും പട്ടാ ഗേൾസിന്റെ പട്ടായയിലേക്ക് തന്നെ വരാം. ഇത് കഴിഞ്ഞ ഇന്നലെ രാത്രി ഇട്ട വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ്, ഇവർ മൂന്നുപേരോടെ ചേർന്ന് പട്ടായയിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ BB8 ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബാക്കി വിവരങ്ങളൊന്നും വന്നില്ല. ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളും അതുപോലെ കാത്തിരിക്കുകയായിരിക്കാം. സോ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പുതിയ ഒരു കണ്ടസ്റ്റൻസിനെ കണ്ടുപിടിക്കാനുള്ള വീഡിയോ, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് ഉടനെ തന്നെ എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനും കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ അപ്ഡേറ്റുമായിട്ട് വരാം. സോ ഇത്തവണ നമ്മുടെ ബിഗ് ബോസിന്റെ മിനി ബിഗ് ബോസ് അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു മിനി ബിഗ് ബോസ് ആയിരിക്കും. അതിൻ്റെ ഉൾപ്പെടെയുള്ള റിവ്യൂസ് 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക, മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. സോ BB8 സ്റ്റാർട്ട് ആകുന്ന ആ ഒരു ഡേ മുതൽ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അനുമോളെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ കുറച്ച് വിഷമം വന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ സീസണിൽ അത്രയും അനുമോളിനെ പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ ബുള്ളി ചെയ്യുന്ന കണ്ടപ്പം എനിക്കും സഹതാപം തോന്നിയ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ടൈം അതിന് ഞാൻ ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞത് അനുമോൾക്കൊപ്പം ഈ പറയുന്ന വളരെ സ്ട്രേഞ്ചറായിട്ട് വന്നിട്ടുള്ള അനീഷിന് വോട്ട് കിട്ടി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അനുമോളിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ്. എനിവേ, എന്തായാലും ശരി, നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് ബിഗ് ബോസ് സീസൺ 8ന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. സോ സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ, അപ്പോൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. പോയിച്ച് വരാം. ബൈ.